ന്യൂ എടുത്തു. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി തിങ്കളാഴ്ച. 10,000ങ്ങളെ വരവേൽക്കാനൊരുങ്ങി ഗുരുഭവനപുരി. ഏകാദശിയോടനുബന്ധിച്ച് ഗുരുവായൂർ ക്ഷേത്ര നഗരിയിൽ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തും. ചിറ്റണ്ടയിൽ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ തീ പടർന്ന് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന വർക്ക്ഷോപ്പ് ജീവനക്കാരൻ മരിച്ചു. തലശ്ശേരി സ്വദേശി മുഹമ്മദ് ഫാരിസാണ് മരിച്ചത്. നന്ദിക്കരയിൽ ടോറസ് ലോറികൾ കൂട്ടിയിടിച്ച അപകടം. ദേശീയപാതയിൽ 1 മണിക്കൂറിലേറെ ഗതാഗതം തടസ്സപ്പെട്ടു. കൊണ്ടാഴിയിൽ കാറിടിച്ച് കാൽനട യാത്രികൻ മരിച്ചു. ഒറ്റയാനെ തുരത്താൻ കുതിരാനിലെത്തിച്ച കുങ്കിയാനകൾ ദൌത്യം പൂർത്തിയാക്കാതെ മടങ്ങി. ആനയെ കണ്ടെത്താൻ ഡ്രോൺ നിരീക്ഷണം തുടരും. ചൊവ്വൂർ പാറക്കോവ് വിജീഷ് വധക്കേസിലെ 2ാം പ്രതിയെ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചു. പാറക്കോവിൽ കള്ളിയത്ത് വീട്ടിൽ രാകേഷിനെയാണ് തൃശൂർ 1ാം അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷിച്ചത്. വാർത്തകൾ വിശദമായി. പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി തിങ്കളാഴ്ച. 10,000ങ്ങളെ വരവേൽക്കാനൊരുങ്ങി ഗുരുഭവനപുരി. വൃശ്ചികത്തിലെ വെളുത്ത ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശിയായി ആഘോഷിക്കുന്നത്. ദേവഗുരുവും വായുദേവനും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയത് ഏകാദശി നാളിലാണെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ ദിനം പ്രതിഷ്ഠാ ദിനമായും ആചരിക്കുന്നു. ഗീതാദിനവും ഇതേ ദിവസമാണ്. ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്നത് ഏകാദശിക്കാണ്. ക്ഷേത്രവും ക്ഷേത്രനഗരിയിലെ സ്ഥാപനങ്ങളും ദീപാലങ്കൃതമായതോടെ രാത്രിയെ പകൽ പോലെയാക്കിയിരിക്കുകയാണ്. രാപ്പകൽ ഇടതടവില്ലാതെ ഭക്തസഹസ്രം ഗുരുവായൂരിലേക്ക് ഒഴുകുകയാണ്. രാത്രിയിലാണ് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത്. ക്ഷേത്ര പരിസരം വഴിയോര കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞു. ക്ഷേത്രത്തിൽ 1 മാസമായി നടന്നു വന്നിരുന്ന ചുറ്റുവിളക്ക് ആഘോഷങ്ങൾക്ക് ഏകാദശിയോടെ സമാപനമാകും. തിരക്ക് കണക്കിലെടുത്ത് ക്ഷേത്രത്തിൽ ദർശന ക്രമീകരണം ഉണ്ടാകും. ക്ഷേത്രത്തിനകത്തും പുറത്തും വൺ വേ സംവിധാനത്തിലൂടെയാണ് ഭക്തരെ കടത്തിവിടുക. സുരക്ഷയ്ക്കായി 100 പോലീസുകാരെ അധികം നിയോഗിക്കണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം സിറ്റി പോലീസ് കമ്മീഷണർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. അരിഭക്ഷണം വെടിഞ്ഞ് വ്രതം നോറ്റെത്തുന്നവർക്ക് ദേവസ്വം ഏകാദശി പ്രസാദഊട്ട് നൽകും. ഏകാദശി ദിവസം രാത്രി 12 മണി മുതൽ രാവിലെ ക്ഷേത്രനട അടയ്ക്കുന്നതുവരെ ഭക്തർ കൂത്തമ്പലത്തിൽ ദ്വാദശി പണം സമർപ്പിക്കും. ബുധനാഴ്ച ത്രയോദശി ഊട്ടോടെ ഏകാദശി ചടങ്ങുകൾ സമാപിക്കും. TCV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിലെ ആകർഷകമായ പഞ്ചരത്ന കീർത്തനാലാപനം ഞായറാഴ്ച നടക്കും. 100ഓളം കലാകാരന്മാർ ചേർന്ന് ഏകതാളത്തിൽ ഭക്തിയിൽ അലിഞ്ഞു പാടുന്ന മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ ആയിരങ്ങൾ മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിലെത്തും. ദശമി നാളിൽ രാവിലെ 9 മുതൽ 10 വരെയുള്ള പഞ്ചരത്ന കീർത്തനാലാപനം പ്രസിദ്ധമാണ്. ത്യാഗരാജ ഭാഗവതരുടെ 5 കീർത്തനങ്ങളാണ് പഞ്ചരത്ന കീർത്തനം. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർക്ക് അഭിനവ ത്യാഗബ്രഹ്മം ബഹുമതി ലഭിച്ചതിന്റെ സ്മരണയ്ക്കാണ് സംഗീതോത്സവത്തിൽ പഞ്ചരത്ന കീർത്തനങ്ങൾ ആലപിക്കുന്ന പതിവ് ആരംഭിച്ചത്. ഏകാദശി ദിവസമായ തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെ ഇരയിമ്മൻ തമ്പിയുടെ കരുണ ചെയ്വാൻ എന്തു താമസം കൃഷ്ണ എന്ന കീർത്തനാലാപനത്തോടെ സംഗീതോത്സവത്തിന് സമാപനമാകും. നെയ്ത്തിരികളുടെ തേജസ്സിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നവമി വിളക്ക് ആഘോഷിച്ചു. വൃശ്ചികത്തിലെ ശുക്ലപക്ഷ നവമി ദിനത്തിൽ നവമി നമസ്കാരത്തോടെ സമ്പൂർണ്ണ നെയ്വിളക്കായാണ് നവമി വിളക്ക് ആഘോഷിച്ചത്. പുരാതന തറവാട്ടുകാരായ കൊളാടി കുടുംബം വകയായിരുന്നു നവമി വിളക്ക് ആഘോഷം. വാദ്യമേളങ്ങൾക്ക് പ്രാധാന്യം നൽകാതെ ഗുരുവായൂരപ്പനും പരിചാരകന്മാർക്കും നമസ്കാര സദ്യ നൽകുന്നു എന്നതാണ് നവമി വിളക്കിന്റെ പ്രത്യേകത. ഉച്ചപൂജയ്ക്കാണ് ഭഗവാന് നമസ്കാര സദ്യ നിവേദിച്ചത്. രാത്രി ക്ഷേത്രത്തിലെ 10,000-ഓളം വരുന്ന ദീപങ്ങൾ മഞ്ഞൾ ചാലിച്ച നെയ്ത്തിരികളാൽ പ്രകാശപൂരിതമായി. കൊമ്പൻ ഇന്ദ്രസൻ സ്വർണ്ണക്കോലമേറ്റി രാത്രി വിളക്കെഴുന്നള്ളിപ്പ് പൂർത്തിയാക്കി. ഞായറാഴ്ച ശ്രീ ഗുരുവായൂരപ്പൻ സങ്കീർത്തന ട്രസ്റ്റിന്റെ വക ദശമി വിളക്ക് ആഘോഷം നടക്കും.
ഏകാദശിയോടനുബന്ധിച്ച് ഗുരുവായൂർ ക്ഷേത്രനഗരിയിൽ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തും. ഞായറാഴ്ച വൈകിട്ട് 5 മണി മുതൽ ചൊവ്വാഴ്ച രാവിലെ 8 മണി വരെ ഇന്നർ റിംഗ് റോഡിലും ഔട്ടർ റിംഗ് റോഡിലും ഇരുചക്ര വാഹനങ്ങൾ ഒഴികെയുള്ള വാഹനങ്ങൾക്ക് വൺ വേ ഏർപ്പെടുത്തും. ഇന്നർ റിംഗ് റോഡിൽ വലതുവശത്തേക്കും ഔട്ടർ റിംഗ് റോഡിൽ ഇടതുവശത്തേക്കും മാത്രം വാഹനങ്ങൾ പോകണം. വൺ വേ തെറ്റിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ACP C പ്രേമാനന്ദകൃഷ്ണൻ അറിയിച്ചു. ചിറ്റണ്ടയിൽ കേടായ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ തീ പടർന്ന് ഗുരുതരമായി പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന വർക്ക്ഷോപ്പ് ജീവനക്കാരൻ മരിച്ചു. ദേശമംഗലം മേലെ തലശ്ശേരി ജുമാ മസ്ജിദിന് സമീപം താമസിക്കുന്ന അത്താണിക്കൽ വീട്ടിൽ മുസ്തഫയുടെ മകൻ 22 വയസ്സുള്ള മുഹമ്മദ് ഫാരിസാണ് മരിച്ചത്. 3 ദിവസങ്ങൾക്ക് മുമ്പാണ് സംഭവം. കേടുവന്ന ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ ബൈക്കിൽ നിന്ന് തീപ്പൊരി തൊട്ടടുത്ത് സൂക്ഷിച്ചിരുന്ന പെട്രോൾ കുപ്പിയിലേക്ക് പടർന്ന് പരിസരം തീഗോളമായി മാറുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. 90% പൊള്ളലേറ്റ് അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു മുഹമ്മദ് ഫാരിസ്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. നന്ദിക്കരയിൽ ടോറസ് ലോറികൾ കൂട്ടിയിടിച്ച് തൃശൂർ ഭാഗത്തേക്കുള്ള ദേശീയപാതയിൽ 1 മണിക്കൂറിലേറെ ഗതാഗതം തടസ്സപ്പെട്ടു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. അപകടത്തെ തുടർന്ന് നെല്ലായി കടന്നും വാഹനങ്ങളുടെ നിര നീണ്ടു. നന്ദിക്കര സ്കൂൾ സ്റ്റോപ്പിലായിരുന്നു അപകടം. ചാലക്കുടി ഭാഗത്തേക്ക് പോയിരുന്ന ടോറസ് യു ടേൺ തിരിയുന്നതിനിടെ പുറകിൽ നിന്ന് വന്ന ടോറസ് ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ റോഡിന് കുറുകെ കിടന്ന ടോറസുകൾ ക്രെയിൻ എത്തിച്ച് മാറ്റിയാണ് ദേശീയപാതയിലെ ഗതാഗത തടസ്സം തീർത്തത്. കൊണ്ടാഴി പാറമേൽ പടിയിലുണ്ടായ വാഹനാപകടത്തിൽ കാൽനട യാത്രികനായ യുവാവ് മരിച്ചു. മായന്നൂർ സ്വദേശി പുത്തൻ വീട്ടിൽ ചക്കിങ്ങൽ ഗോപാലകൃഷ്ണന്റെ മകൻ 32 വയസ്സുള്ള അരുണാണ് മരിച്ചത്. റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന അരുണിനെ അമിത വേഗത്തിലെത്തിയ കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ അരുണിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. റോഡിന്റെ ശോചനീയാവസ്ഥയും വേണ്ടത്ര വെളിച്ചമില്ലാത്തതുമാണ് അപകടത്തിന് കാരണമായതെന്നാണ് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ആരോപണം. അപകടങ്ങൾക്ക് സാധ്യതയുള്ള ഈ പ്രദേശത്തെക്കുറിച്ച് നിരവധി തവണ പരാതി നൽകിയിട്ടും അധികൃതർ നടപടി സ്വീകരിക്കാൻ തയ്യാറായില്ല എന്നും നാട്ടുകാർ ആരോപിച്ചു. ഗുരുവായൂരിൽ ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസിന്റെ ചക്രം ഊരി വീണു. ഗുരുവായൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോയിരുന്ന ആറ്റുപറമ്പത്ത് ബസിന്റെ മുൻവശത്തെ ചക്രമാണ് ഊരി വീണത്. സ്റ്റാൻഡിൽ നിന്നെടുത്ത ബസ് പന്തായിൽ ക്ഷേത്രത്തിന് മുന്നിൽ നിർത്താൻ പോകുമ്പോഴായിരുന്നു അപകടം. യാത്രക്കാരുണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കില്ല. ഉച്ചവരെ ബസ് നടുറോഡിൽ നിന്ന് എടുത്തു മാറ്റാനായില്ല. ഇതേ തുടർന്ന് ഗതാഗതക്കുരുക്കും അനുഭവപ്പെട്ടു. ഓട്ടുപാറ പരുത്തിപ്രയിൽ നിയന്ത്രണം വിട്ട കാർ മറിഞ്ഞു. വ്യാപാര സ്ഥാപനത്തിന്റെ ഇരുമ്പ് ഗോവണി തകർത്ത കാർ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന വാനിലിടിച്ച ശേഷമാണ് മറിഞ്ഞത്. തൃശൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന ചെറുതുരുത്തി നെടുമ്പുര സ്വദേശി സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. ഇടവേള. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ആവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തയിലേക്ക്. ഒറ്റയാനെ തുരത്തുന്നതിനായി കുതിരാനിലെത്തിച്ച കുങ്കിയാനകൾ ദൌത്യം പൂർത്തിയാക്കാതെ മടങ്ങി. കാട്ടാനശല്യം രൂക്ഷമായതിനെ തുടർന്നാണ് കഴിഞ്ഞ 7-ന് വിക്രം, ഭരത് എന്നീ കുങ്കിയാനകൾ എത്തിയത്. കഴിഞ്ഞ 21 ദിവസം കുങ്കിയാനകൾ സ്ഥലത്ത് തമ്പടിച്ചിരുന്നുവെങ്കിലും പകൽ സമയങ്ങളിൽ കാട്ടാന പ്രത്യക്ഷപ്പെടാറില്ല. കുങ്കിയാനകളെ കൊണ്ടുപോയെങ്കിലും ആനയെ കണ്ടെത്താൻ ഡ്രോൺ നിരീക്ഷണം തുടരും. ചൊവ്വൂർ പാറക്കോവ് വിജീഷ് വധക്കേസിലെ 2ാം പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവിന് പുറമെ വിവിധ വകുപ്പുകളിൽ 9 വർഷം തടവും 6 ലക്ഷം രൂപ പിഴയായും ശിക്ഷ വിധിച്ചു. ചൊവ്വൂർ പാറക്കോവിൽ കള്ളിയത്ത് വീട്ടിൽ രാകേഷിനെയാണ് തൃശൂർ 1ാം അഡീഷണൽ ജില്ലാ ജഡ്ജ് കെ കമനീസ് ശിക്ഷിച്ചത്. 1ാം പ്രതി അജയൻ വിചാരണ തുടങ്ങുന്നതിന് മുമ്പ് മരിച്ചു. 2020-ലാണ് കേസിന് ആസ്പദമായ സംഭവം. പാറക്കോവിൽ ജംഗ്ഷനിലുള്ള കിണറിന് സമീപം വെച്ച് 1ാം പ്രതിയായ അജയനും 2ാം പ്രതി രാകേഷും ചേർന്ന് വിജീഷിനെ മുൻവൈരാഗ്യത്താൽ കുത്തിക്കൊല്ലുകയായിരുന്നു. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KP അജയകുമാർ കോടതിയിൽ ഹാജരായി.
കൊടുങ്ങല്ലൂരിൽ അമ്ലമഴ പെയ്തു. ശ്രീനാരായണപുരം ആലയിലാണ് മഞ്ഞ നിറമുള്ള മഴ പെയ്തത്. ആല ഗുരുദേവ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയവരാണ് അമ്ലമഴ കണ്ടത്. ഇവരുടെ വസ്ത്രങ്ങളിലും വാഹനങ്ങളിലും മഞ്ഞ നിറമുള്ള മഴ വീഴുകയായിരുന്നു. നിമിഷനേരം മാത്രം നീണ്ടുനിന്ന മഴ ഞൊടിയിടയിൽ പെയ്തൊഴിഞ്ഞു. മലിനീകരണത്തിന്റെ ഫലമായി അന്തരീക്ഷത്തിലുണ്ടാകുന്ന സൾഫ്യൂരിക് അമ്ലം, നൈട്രിക് അമ്ലം എന്നിവ മഴവെള്ളത്തിൽ കലർന്ന് ഭൂമിയിൽ പതിക്കുന്ന പ്രതിഭാസമാണ് അമ്ലമഴ. ശബരിമലയിൽ കള്ളന്മാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാരിന്റേതെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. ശബരിമല സ്വർണ്ണപ്പാളി കള്ളന്മാർക്ക് കൂട്ടുനിന്ന് കേസ് തേച്ചുമാച്ചുകളയാൻ ശ്രമിച്ച കേസ് ഹൈക്കോടതി ഇടപെട്ട് രക്ഷിച്ചു. കരുവന്നൂർ തട്ടിപ്പു കേസിലെ പ്രതികൾക്ക് സംരക്ഷണം നൽകിയ സർക്കാർ കള്ളന്മാരെ സ്വർണം പൂശി സംരക്ഷിക്കുകയാണ് ചെയ്യുന്നതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. വടക്കാഞ്ചേരി നഗരസഭാ തിരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ ജോസഫ് ചാലിശ്ശേരി, ജോസ് വള്ളൂർ, MP വിൻസെന്റ്, M ശശികുമാർ, രാജേന്ദ്രൻ അരങ്ങത്ത്, സുനിൽ അന്തിക്കാട്, PG ജയദീപ്, SAA ആസാദ് എന്നിവർ സംസാരിച്ചു. ഗുരുവായൂരിൽ ആൾതാമസമില്ലാത്ത വീട്ടിൽ പട്ടാപകൽ മോഷണം. തൈക്കാട് പള്ളി റോഡിൽ പണിക്ക വീട്ടിൽ ജവഹറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വീടിന് പുറത്ത് സൂക്ഷിച്ചിരുന്ന ജൈവവള നിർമ്മാണത്തിനുള്ള യന്ത്രഭാഗങ്ങളാണ് മോഷണം പോയത്. മോഷണ വസ്തുക്കൾ സഞ്ചിയിലാക്കി കടത്തുന്ന ദൃശ്യം നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ലഹരിയാണ് കലാകാരന്മാർക്ക് ഭാവന നൽകുന്നതെന്ന ചിന്താഗതി ഉപേക്ഷിക്കണമെന്ന് പ്രശസ്ത ശില്പി ഡാവിഞ്ചി സുരേഷ് അഭിപ്രായപ്പെട്ടു. ഗുരുവായൂർ മെട്രോ ലിങ്ക്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച അഖില കേരള ചിത്രരചനാ മത്സരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 51 വയസ്സിനിടയിൽ ഒരു തരത്തിലുള്ള ലഹരിയും ഉപയോഗിക്കാതെയാണ് ഈ രംഗത്ത് ശോഭിച്ചത്. കലയായിരിക്കണം ജീവിതത്തിലെ ലഹരി. കലാകാരന്മാർക്ക് സർക്കാർ സഹായം ഉറപ്പാക്കണം. നഗരസഭകളും പഞ്ചായത്തുകളും പരിധിയിലുള്ള കലാകാരന്മാരുടെ ഉന്നമനം ലക്ഷ്യമിടണമെന്നും ഡാവിഞ്ചി സുരേഷ് പറഞ്ഞു. LKG മുതൽ കോളേജ് തലം വരെയുള്ള 3500ഓളം വിദ്യാർത്ഥികളാണ് ലിറ്റിൽ ഫ്ലവർ കോളേജിൽ നടന്ന മത്സരത്തിൽ പങ്കെടുത്തത്. ക്ലബ്ബ് പ്രസിഡന്റ് KR ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ജെന്നി തെരേസ്, ക്ലബ്ബ് സെക്രട്ടറി ഗിരീഷ് C ഗീവർ, കോർഡിനേറ്റർ ബാബു M വർഗീസ്, MR സുരേന്ദ്രൻ, ഡോക്ടർ ഹരി ഭാസ്കർ, അജിത രഘു, TD വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂരിൽ കന്നുകാലി ഫാമിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞ അയൽവാസി അറസ്റ്റിൽ. അഴീക്കോട് സ്വദേശി മതിലകത്ത് വീട്ടിൽ ഹസനുൽ ബന്നയെയാണ് കൊടുങ്ങല്ലൂർ SI K സാലിമിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. അഴീക്കോട് സ്വദേശി തയ്യിൽ വീട്ടിൽ ബൈജുവിന്റെ തൊഴുത്തിലേക്ക് ഗുണ്ടെറിഞ്ഞ കേസിലാണ് അറസ്റ്റ്. പശു ഫാം നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിരോധത്തിലാണ് സ്ഫോടക വസ്തു എറിഞ്ഞതെന്ന് പോലീസ് പറഞ്ഞു. ഗ്രേഡ് സീനിയർ CPOമാരായ സനോജ്, ഷിജിൻനാഥ്, അബീഷ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ജാതി പറയുന്നത് അഭിമാനമായി കണ്ട് ഈഴവർ ജാതിയുടെ പേരിൽ മുന്നോട്ടു പോകേണ്ടതുണ്ടെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. തളിക്കുളത്ത് SNDP യോഗം അമ്പലനട ശാഖയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജാതി വ്യവസ്ഥയും ജാതിയുടെ പേരിൽ ഉദ്യോഗസ്ഥ സംവരണവും തെരഞ്ഞെടുപ്പുകളിൽ സീറ്റ് സംവരണവും നിലനിൽക്കുന്ന രാജ്യത്ത് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ രാഷ്ട്രീയ സംഘടനകൾ ഉണ്ടാക്കിയവർ നേട്ടങ്ങൾ കൊയ്തപ്പോൾ ജാതി പറയാൻ മടിച്ചു നിന്ന ഈഴവർക്ക് ഒന്നും നേടാൻ പറ്റിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ശാഖാ പ്രസിഡന്റ് MS സജീഷ് അധ്യക്ഷത വഹിച്ചു. പ്രാർത്ഥനാ ഹാളിന്റെ ഉദ്ഘാടനം SNDP നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്തും ഫോട്ടോ അനാച്ഛാദനം യൂണിയൻ വൈസ് പ്രസിഡന്റ് സുദീപും നിർവഹിച്ചു. യോഗം ഡയറക്ടർ ബോർഡ് അംഗം പ്രകാശൻ കടവിൽ, നാട്ടിക യൂണിയൻ സെക്രട്ടറി മോഹനൻ കണ്ണമ്പുള്ളി, യൂണിയൻ കൌൺസിലർ CS ഗണേശൻ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് റിസർവേഷൻ ഇപ്പോൾ നടക്കുന്ന പഞ്ചായത്ത് ഇലക്ഷൻ ജാതിക്ക് റിസർവേഷൻ ഇല്ലേ, അങ്ങനെ ജാതി സംവരണമില്ലേ ഉദ്യോഗത്തിന്, ഇതെല്ലാം. സ്വത്ത് തർക്കം മൂലമുള്ള വൈരാഗ്യത്താൽ സഹോദരനെ വെട്ടുകത്തികൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കുണ്ടുകാട് സ്വദേശി കുന്നത്തുള്ളി വീട്ടിൽ ജയപ്രകാശാണ് അറസ്റ്റിലായത്. മണലൂർ സ്വദേശി കുന്നത്തുള്ളി വീട്ടിൽ ഷാജലിനെയാണ് വെട്ടുകത്തികൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. SHO കേഴ്സൺ V മാർക്കോസ്, സബ് ഇൻസ്പെക്ടർ M അഫ്സൽ തുടങ്ങിയവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം.
എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി ദേശപ്പോര്. പരിയാരം പഞ്ചായത്തിൽ സഹോദര ഭാര്യമാരുടെ മത്സരത്തിന് ഏറെ പുതുമകൾ. തയ്യൽ പരിശീലക ജാൻസി ജോസ്, മുൻ അധ്യാപിക സിനി ജോൺ, ഇവർ ജ്യേഷ്ഠാനുജന്മാരുടെ സഹധർമ്മിണികൾ. 10 വർഷം മുൻപ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് ഏറ്റുമുട്ടിയവർ. 2015 എതിർചേരികളിൽ നിലയുറപ്പിച്ച് ഗോദയിൽ പടവെട്ടിയവരുടെ ഇപ്പോഴത്തെ മത്സരം പരിയാരം പഞ്ചായത്തിന് കൗതുകമായി. അന്ന് അതിരപ്പള്ളി ഡിവിഷനിൽ നിന്നായിരുന്നു സഹോദര ഭാര്യമാരുടെ കന്നിയംഗം. LDFിൽ മത്സരിച്ച സിനി ജോണിനായിരുന്നു വിജയം. കഴിഞ്ഞ തവണ ഗ്രാമപഞ്ചായത്ത് വാർഡിൽ മറ്റൊരു സ്ഥാനാർത്ഥിയോട് മത്സരിച്ച് പരാജയപ്പെട്ട സിനി ജോൺ ആകട്ടെ പഴയ തട്ടകത്തിൽ വീണ്ടും ജനവിധി തേടിയെത്തുകയാണ്. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായാണ് വരുന്നത്. എന്നാൽ ജ്യേഷ്ഠത്തി ജാൻസിയുടെ നാൾവഴിയിൽ സംഭവിച്ചത് കാതലായ മാറ്റം. ഇന്നിവർ ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ ചങ്കൻകുറ്റി വാർഡിൽ സ്വതന്ത്രയായി മത്സരിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തോൽവിയുടെ രുചിയെറിഞ്ഞ അവർ 2020 മത്സരിച്ചില്ല. എങ്കിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്കായി മുൻനിരയിൽ നിന്നു. സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിലും പാർട്ടിയുടെ വിജയത്തിന് കയ്യും മെയ്യും മറന്നു. എന്നാൽ ഇത്തവണ സ്ഥാനാർത്ഥി നിർണയം ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ ആഘാതമായെന്ന് ജാൻസി പറഞ്ഞു. സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർക്ക് എല്ലാ തവണയും സംഭവിക്കുന്നത് പോലെ തന്നെ പ്രവർത്തന മികവ് തെളിയിച്ചിട്ട് പോലും ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ പറഞ്ഞ പ്രവർത്തകർക്ക് ഒരു നീതി നിഷേധം, അല്ലെങ്കിൽ അവർക്ക് സീറ്റില്ല. റിബലായി മത്സരിച്ച പല സ്ഥാനാർത്ഥികൾക്കും പാർട്ടി സീറ്റ് കൊടുക്കുന്നു, ചിലരെ നീക്കി നിർത്തുന്നു. ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ പ്രതികരിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. കഴിഞ്ഞ തവണ കോൺഗ്രസിന്റെ റിബലായി മത്സരിച്ച് വിജയിച്ച 3 പേർക്കും സീറ്റ് ലഭിച്ചു. കൈയടയാളത്തിൽ ജയിച്ച 2 പേരും കളരിക്ക് പുറത്തായി. ഇക്കാലം അത്രയും സ്നേഹിച്ച പാർട്ടിയിൽ നിന്നുണ്ടായ അനുഭവമാണ് മറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. സ്വതന്ത്രയായി മത്സരിക്കാൻ പത്രിക നൽകിയപ്പോൾ RJD പിന്തുണയുമായി എത്തി. ഇത്തവണ തങ്ങൾ 2 പേരും ജയിക്കുമെന്ന് സിനി ജോൺ പറഞ്ഞു. 10 വർഷം മുമ്പ് എൻ്റെ സഹോദരിയും ഞാനും എതിർചേരിയിൽ നിന്നും മത്സരിക്കുന്നൊരു സ്ഥിതിയുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് ഒരേ പക്ഷത്തു നിന്നും LDFിൻ്റെ പിന്തുണയോടുകൂടി എൻ്റെ സഹോദരിയും മത്സരിക്കുന്നു എന്ന ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു സാഹചര്യം കൂടി ഉണ്ട്. ഒരിക്കൽ നേർക്കുനേർ നിന്ന് പൊരുതിയവർ കുറ്റിക്കാട് ചങ്കൻകുറ്റിയിൽ ഒരുമിച്ച് വോട്ട് തേടുമ്പോൾ ഇക്കാലം അത്രയും തങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ ദൃഢമായിരുന്നുവെന്നും തെളിയിക്കുകയാണ്. TCV ന്യൂസ്, ചാലക്കുടി. ജില്ലാ പഞ്ചായത്ത് എരുമപ്പെട്ടി ഡിവിഷൻ LDF സ്ഥാനാർത്ഥി മീന സാജൻ കടങ്ങോട് പഞ്ചായത്തിൽ പര്യടനം നടത്തി. പഴയോട്ടുമുറി കുടക്കുഴിയിൽ നിന്നും ആരംഭിച്ച പര്യടനം UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. വെള്ളറക്കാട്, വെള്ളത്തേരി, കടങ്ങോട്, മണ്ടംപറമ്പ് പ്രദേശങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകി. എരുമപ്പെട്ടി ഡിവിഷനിൽ നിന്നും ചിറ്റികരിവൾ നക്ഷത്രം അടയാളത്തിൽ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് ദിവസം വേതനത്തോടുകൂടിയുള്ള അവധി അനുവദിക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവായി. ജില്ലയിൽ ജോലി ചെയ്യുന്ന മറ്റ് ജില്ലകളിലെ പോളിംഗ് സ്റ്റേഷൻ പരിധിയിൽ വോട്ടവകാശമുള്ള തൊഴിലാളിക്ക് സ്വന്തം ജില്ലയിലെ പോളിംഗ് സ്റ്റേഷനിൽ പോയി വോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള അനുമതി നൽകണമെന്നും ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ കളക്ടർ നിർദ്ദേശം നൽകി. മുല്ലശ്ശേരി പഞ്ചായത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിലും വാർഡുകളിലെ വിവിധ കേന്ദ്രങ്ങളിലും ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ പ്രചരണം നടത്തി. UDF സ്ഥാനാർത്ഥി OJ ഷാജൻ, NDA സ്ഥാനാർത്ഥി TS ഉല്ലാസ് ബാബു ആണ് പ്രചരണം നടത്തിയത്. ഇടതുമുന്നണി ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി രാകേഷ് കണിയാമ്പറമ്പിൽ കഴിഞ്ഞ ദിവസം മുല്ലശ്ശേരി ഡിവിഷനിൽ സ്ഥാനാർത്ഥി പര്യടനം നടത്തിയിരുന്നു. UDF സ്ഥാനാർത്ഥി OJ ഷാജൻ പ്രവർത്തകരോടൊപ്പം മുല്ലശ്ശേരിയിലെ വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചാണ് വോട്ട് അഭ്യർത്ഥിച്ചത്. NDA സ്ഥാനാർത്ഥി TS ഉല്ലാസ് ബാബു പഞ്ചായത്ത് വാർഡുകളിലെ വിവിധ കേന്ദ്രങ്ങളിലാണ് പര്യടനം നടത്തിയത്. CPM നേതാക്കൾക്ക് ക്ഷേത്രങ്ങളുടെ ഭരണ ചുമതല നൽകുന്നത് മോഷണത്തിന് വേണ്ടിയാണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം തല UDF തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ മാളയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിശ്വാസികളല്ലെന്ന് വിശ്വസിക്കുന്നവർ ക്ഷേത്രഭരണത്തിനെത്തുന്നത് മോഷണത്തിനല്ലാതെ മറ്റെന്തിനാണെന്ന് CPM നേതാക്കൾ വ്യക്തമാക്കണം. കോടതി ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് ശബരിമലയിൽ CPM നേതാക്കളുടെ മോഷണം പിടിക്കപ്പെട്ടതെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു. VA അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് OJ ജനീഷ്, DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, ബെന്നി ബെഹനാൻ MP, PK നൌഷാദ്, ഡേവിസ് പാറേക്കാട്ട്, ആൽബിൻ പ്ലാക്കൽ, PK സഗീർ, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി സാജൻ കൊടിയൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിഷേധം മാത്രമല്ല, വേദന തോന്നിയ
ഒരു കാര്യം നമുക്കറിയാം, കരിവണ്ണൂർ ബാങ്കിന്റെ പണം തട്ടിയ ജില്ലാ പഞ്ചായത്ത് എരുമപ്പെട്ടി ഡിവിഷൻ LDF സ്ഥാനാർത്ഥി മീന സാജൻ എരുമപ്പെട്ടി പഞ്ചായത്തിൽ പര്യടനം നടത്തി. തിപ്പല്ലൂരിൽ നിന്ന് ആരംഭിച്ച പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി. എരുമപ്പെട്ടി തെക്കുമുറിയിൽ സമാപിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളും പര്യടനത്തിൽ പങ്കാളികളായി. LDF നേതാക്കളായ S വസന്തലാൽ, KM അഷ്റഫ്, PC അബാൽമണി, K ശങ്കരനാരായണൻ, PT ദേവസി, കുഞ്ഞുമോൻ കരിയന്നൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിവിധ പഞ്ചായത്തുകളിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കുന്നവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി മാള ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NS വിജയൻ അറിയിച്ചു. സന്തോഷ് ആത്തപ്പിള്ളി, ജോഷി പെരപ്പാടൻ, സോണി കളപ്പുരയ്ക്കൽ, ലിയോ കൊടിയൻ, തോമസ് കാച്ചപ്പിള്ളി, സുജിത് രാമൻ, G കിഷോർ കുമാർ, സിസിലി ആന്റോ എന്നിവർക്കെതിരെയാണ് നടപടിയെടുത്തത്. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശിയോടനുബന്ധിച്ച് നടക്കുന്ന വിളക്കാചാരം ആരംഭിച്ചു. പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിച്ചു. കൊമ്പൻ കൊളക്കാടൻ ശിവപ്രസാദ് തിടമ്പേറ്റി. തുടർന്ന് മേളം, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, ഇടയ്ക്ക് പ്രദക്ഷിണം എന്നിവ നടന്നു. ഗണേഷ് ട്രാവൽസ് ചെന്നൈ ആണ് ആദ്യ വിളക്കാചാരം ഭഗവാന് സമർപ്പിച്ചത്. ഏകാദശി വരെ 33 ദിവസം വിളക്കാചാരം നടക്കും. ഡിസംബർ 30-നാണ് പ്രസിദ്ധമായ നെല്ലുവായ് വൈകുണ്ഠ ഏകാദശി. നന്ദിപുലം കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണശ്രമം. ശ്രീകോവിലിന് സമീപത്തെ ഭണ്ഡാരത്തിന്റെ പൂട്ട് തകർത്താണ് മോഷണശ്രമം നടത്തിയത്. വരന്തരപ്പിള്ളി പോലീസ് അന്വേഷണം ആരംഭിച്ചു. 1 മാസം മുൻപ് ക്ഷേത്രത്തിൽ മോഷണം നടന്നിരുന്നു. ഭണ്ഡാരം തകർത്ത് 1 ലക്ഷത്തോളം രൂപ അന്ന് കവർന്നിരുന്നു. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസിൽ പാതയോരത്തെ കാനയിലേക്ക് രാത്രികാലങ്ങളിൽ ശുചിമുറി മാലിന്യം തള്ളുന്നതായി പരാതി. പോർക്കുളം പഞ്ചായത്തിലെ അഗതിയൂർ നോർത്തിൽ തടത്തിലാണ് റോഡരികിലെ കാനയിലേക്ക് വ്യാപകമായി ശുചിമുറി മാലിന്യം ഒഴുക്കുന്നത്. കാനയിലൂടെ ഒലിച്ചെത്തുന്ന മാലിന്യം ആചാരി തോടുവഴി കൃഷിയിടത്തിലേക്കും എത്തുന്നതായി പറയുന്നു. നേരത്തെ സംസ്ഥാന പാതയിൽ കടവല്ലൂർ റോഡരികിലെ പാടശേഖരത്തിലായിരുന്നു വ്യാപകമായി ശുചിമുറി മാലിന്യം തള്ളിയിരുന്നത്. ഇവിടെ CCTV ക്യാമറ സ്ഥാപിച്ചതോടെയാണ് ബൈപ്പാസിലെ വിജനമായ തടത്തിൽ സാമൂഹ്യവിരുദ്ധർ മാലിന്യം തള്ളുന്നത്. കുന്നംകുളം കിഴൂർ കാർത്യായനി ദേവി ക്ഷേത്രത്തിലെ കാർത്തിക മഹോത്സവം ഡിസംബർ 4-ന് ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. എഴുന്നള്ളിപ്പിൽ 31 ഗജവീരന്മാർ അണിനിരക്കും. കൊമ്പൻ പിച്ചിയിൽ ശിവൻ തിടമ്പേറ്റും. കക്കാട് രാജപ്പൻമാരാരുടെ നേതൃത്വത്തിൽ കാർത്തിക വിളക്കാചാര പ്രമാണം നടക്കും. വാർത്താസമ്മേളനത്തിൽ സംയുക്ത ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് ബിനേഷ് നെടിയടത്ത്, സെക്രട്ടറി പ്രവീൺ കുമാർ, ട്രഷറർ PB അബീഷ്, ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി വിമൽ, ഓഡിറ്റർ ആനന്ദൻ, അംഗങ്ങളായ രാജേഷ്, കുട്ടൻ എന്നിവർ പങ്കെടുത്തു. കുന്നംകുളം വെസ്റ്റ് മങ്ങാട് കോട്ടിയാട്ടുമുക്ക് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പൂരാഘോഷം ഞായറാഴ്ച നടക്കും. കൊമ്പൻ അക്കിക്കാവ് കാർത്തികേയൻ തിടമ്പേറ്റും. വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ നേതൃത്വത്തിലുള്ള പഞ്ചാരിമേളം അകമ്പടിയാകും. 12 ആഘോഷ കമ്മിറ്റികളിൽ നിന്നായി 15 ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരക്കും. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,900 രൂപ, പവന് 95,200 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി തിങ്കളാഴ്ച 10,000ങ്ങളെ വരവേൽക്കാനൊരുങ്ങി ഗുരുഭവനപുരി. ഏകാദശിയോടനുബന്ധിച്ച് ഗുരുവായൂർ ക്ഷേത്ര നഗരിയിൽ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തും.
ചിറ്റണ്ടയിൽ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ തീ പടർന്ന് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന വർക്ക്ഷോപ്പ് ജീവനക്കാരൻ മരിച്ചു. തലശ്ശേരി സ്വദേശി മുഹമ്മദ് ഫാരിസാണ് മരിച്ചത്. നന്ദിക്കരയിൽ ടോറസ് ലോറികൾ കൂട്ടിയിടിച്ച അപകടം. ദേശീയപാതയിൽ 1 മണിക്കൂറിലേറെ ഗതാഗതം തടസ്സപ്പെട്ടു. കൊണ്ടാഴിയിൽ കാറിടിച്ച് കാൽനടയാത്രികൻ മരിച്ചു. ഒറ്റയാനെ തുരത്താൻ കുതിരാനിലെത്തിച്ച കുങ്കിയാനകൾ ദൌത്യം പൂർത്തിയാക്കാതെ മടങ്ങി. ആനയെ കണ്ടെത്താൻ ഡ്രോൺ നിരീക്ഷണം തുടരും. ചൊവ്വൂർ പാറക്കോവ് ബിജീഷ് വധക്കേസിലെ 2ാം പ്രതിയെ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചു. പാറക്കോവിൽ കള്ളിയത്ത് വീട്ടിൽ രാകേഷിനെയാണ് തൃശൂർ 1ാം അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.